പ്രിയപ്പെട്ടവരെ, പഴയ വിജയനഗര സാമ്രാജ്യത്തിലേക്ക്, പ്രത്യേകിച്ച് ഹംപിയിലേക്ക്, ഹംപിയുടെ ചരിത്രത്തിലേക്ക്, കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. സ്വപ്നങ്ങളുടെ ചാരുതയും ഓർമ്മകളുടെ ഗന്ധങ്ങളും ചിതറിക്കിടക്കുന്ന ഒരലൗകിക ഭൂമികയാണ് ഹംപി. പാഠപുസ്തകത്താളുകളിൽ നിന്നും, ചരിത്രം കോറിയിട്ട പുസ്തകങ്ങളിൽ നിന്നും, നിരവധി യാത്രാവിവരണങ്ങളിൽ നിന്നും ഹംപിയെക്കുറിച്ച് ഏറെ വർഷങ്ങളായി കേൾക്കാൻ തുടങ്ങിയിട്ട്, എങ്കിലും അങ്ങോട്ടൊന്ന് ഇറങ്ങി പുറപ്പെടാൻ ഏറെ വൈകി. ഒടുവിൽ ഒരു ദിനം ഹംപിയുടെ വിളികൾക്ക് കാതോർക്കാതിരിക്കാൻ വയ്യെന്നായി ഒരു ഓട്ടപ്രദക്ഷിണത്തിന് തയ്യാറെടുത്ത് പോയ കാലത്തിന്റെ സ്മൃതി മണ്ഡപത്തിന്റെ അടരുകളിലേക്ക് പുറപ്പെട്ടു. എത്ര കണ്ടാലും തീരാത്ത കാഴ്ചകളുടെ തീരമാണ് മധ്യ കർണാടകത്തിലെ ഹംപി എന്ന പുരാതന നഗരം. കാലത്തിന് കീഴടങ്ങിയും കാലത്തെ അതിജീവിച്ചും ഹംപിയിലെ മന്ദിരങ്ങളും ആരാധനാലയങ്ങളും കൽത്തൂണുകളും ബസാറുകളും ജലസംഭരണികളും തുടങ്ങി എല്ലാ സ്മാരകങ്ങളും യാത്രികരെ വരവേൽക്കുന്നു. എനിക്കുമുണ്ടായിരുന്നു നിത്യസുരഭിലമായ ഒരു വസന്തകാലമെന്ന് ഹംപി നമ്മോട് പറയുന്നു. തകർന്നടിഞ്ഞും മണ്ണിൽ പുതഞ്ഞും കിടക്കുന്ന അനേകായിരം ശിലാനിർമ്മിതികൾ, ഹംപിക്ക് ചുറ്റും ഒരു വൻ കോട്ട പോലെ ഭീമാകാരമായ കല്ലുകളമരുന്ന മലനിരകൾ, ഇരുട്ടറകൾ, പഴമയുടെ ഗന്ധമുതിർക്കുന്ന പാതയോരങ്ങൾ, കൊട്ടാരങ്ങൾ, നീന്തൽക്കുളങ്ങൾ, എല്ലാത്തിനുമുണ്ട് യാത്രികരോട് സംവദിക്കാൻ ഒരുപാട് കഥകൾ. കാലവീഥിയിലൂടെയുള്ള ചരിത്ര പ്രയാണങ്ങൾക്ക് നിത്യസാക്ഷിയായി പ്രവഹിക്കുന്ന തുംഗഭദ്രാ നദി ചരിത്ര താളുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഭൂതകാലം ഇവിടെ തളം കെട്ടിക്കിടക്കുന്നു. തച്ചുശാസ്ത്രത്തിൻ്റെയും ഗണിതശാസ്ത്രത്തിൻ്റെയും അപാരമായ ഉൾക്കാഴ്ചയുടെയും കലാവൈദഗ്ധ്യത്തിൻ്റെയും നിർമ്മാണ നിപുണതയുടെയും അന്യാദൃശമായ ഒരു പൂർവകാലമാണ് ഹംപി അനാവരണം ചെയ്യുന്നത്. ആധുനികതയുടെ ആവിർഭാവത്തിന് എത്രയോ മുമ്പ് തന്നെ അനവദ്യമായ ദർശനങ്ങൾ ഇവിടെ ഇവർ സൃഷ്ടിച്ചു. അത്യന്താധുനികതയുടെ അളവറ്റ സാങ്കേതിക വിദ്യകളെയും മറികടക്കുന്ന ആകാര സുഷമയും നിർമ്മാണ സൂക്ഷ്മതയും ബോധസ്പർശമേറ്റിട്ടുള്ള ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നാഗരികതകളിൽ ഒന്നാണ് ഹംപിയുടേത്. BC മുതലുള്ള കാലസ്മരണ ഹംപിക്കുണ്ട്. തുംഗഭദ്ര നദിയുടെ പേരിൽ നിന്നാണ് ഹംപിക്ക് ഈ പേര് ലഭിച്ചത്. പമ്പാർ എന്നും അറിയപ്പെടുന്ന തുംഗഭദ്രയ്ക്ക് ആംഗലേയ ഭാഷ നൽകിയ പേരാണ് ഹംപി. ആദികാവ്യം എന്നറിയപ്പെടുന്ന രാമായണത്തിലെ കിഷ്കിന്ധ ഈ ചരിത്രഭൂമികയാണ്. അതിനെ സാധൂകരിക്കുന്ന നിരവധി നിർമ്മിതികളും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും നമുക്കിവിടെ കാണാം. ഏകദേശം 1600-ലധികം കാഴ്ചസ്ഥലികളാണ് ഹംപിയിലുള്ളത്. എല്ലാം കണ്ടു തീർക്കുക, എല്ലാം അടുത്തറിയുക എന്നത് അസാധ്യമാണ്. ഓരോ കാഴ്ചയിൽ നിന്നും മറ്റൊന്നിലേക്ക് നീങ്ങുമ്പോൾ ഓർമ്മകളുടെ താളം തെറ്റും. കണ്ടതേത്, കാണാത്തവയേത് എന്നറിയാൻ ആകാതെയാകും. ഹംപിയെ ഒരു കോട്ട പോലെ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്ന 3 മലനിരകളാണ് ഉള്ളത്. മാതംഗ, മാല്യവന്ത, ആഞ്ജനേയാദ്രി എന്നിവയാണവ. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന പേരിലാണ് ഹംപിക്ക് ചരിത്രത്തിൽ ഉള്ള സ്ഥാനം. 14-ാം നൂറ്റാണ്ടിലാണ് വിജയനഗരത്തിന്റെ സ്ഥാപനം. 1565-ൽ ഈ നഗരം കടുത്ത ആക്രമണങ്ങൾക്ക് വിധേയമായി. ഒടുവിൽ സമൃദ്ധമായ ഗതകാല സ്മൃതികളിൽ ആഴ്ന്നിറങ്ങി അനാഥമാക്കപ്പെട്ടു. 17-18 നൂറ്റാണ്ടുകളിൽ ഹംപിയെക്കുറിച്ച് ആരും ഓർത്തില്ല, ആരാഞ്ഞില്ല. രാഷ്ട്രജീവിതത്തിന് ഹംപി നൽകിയ സംഭാവനകൾ വിസ്മൃതിയിലാണ്ടു. എന്നാൽ കൃഷ്ണാനദിയുടെയും തുംഗഭദ്രയുടെയും തീരവാസികളുടെ ജീവസ്പന്ദനങ്ങളിൽ ഹംപിയുടെ സ്മൃതിരേണുകൾ പറ്റിപ്പിടിച്ചു തന്നെ കിടന്നു. 1800-ൽ ചരിത്ര ഗവേഷകനായ കേണൽ കോളിൻ മാക്കേൻസിയാണ് ഹംപിയെ ഓർമ്മകളിൽ നിന്ന് തട്ടിയുണർത്തിയത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ
ഒരു ഉദ്യോഗസ്ഥനായിരുന്ന കോളിൻ മാക്കൻസി ആദ്യത്തെ സർവേ മാപ്പ് തയ്യാറാക്കി. ക്രിസ്തബ്ദം 7-ാം നൂറ്റാണ്ട് തൊട്ടുള്ള ചരിത്രമാണ് കൃത്യമായി ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. 1336 ഹരിഹരൻ എന്നും ബുക്കരായ എന്നും പേരുള്ള 2 സഹോദരന്മാർ വിജയനഗര സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചത്. വിജയനഗരത്തിന്റെ ഉത്തരാതിർത്തിയിലുള്ള ഡെക്കാൻ സുൽത്താൻമാരുമായും ഒറീസയിലെ ഗജപതി രാജാക്കന്മാരുമായും ഇവർക്ക് പലപ്പോഴും മത്സരിക്കേണ്ടി വന്നിട്ടുണ്ട്. വളക്കൂറുള്ള മണ്ണും വാണിജ്യ താൽപ്പര്യങ്ങളുമാണ് മറ്റുള്ളവരുടെ ശ്രദ്ധയെ വിജയനഗരത്തിലേക്ക് ആകർഷിച്ചത്. ഗജപതി എന്ന് ഒറീസയിലെ ഭരണാധികാരികൾ അറിയപ്പെട്ടപ്പോൾ ഡെക്കാൻ സുൽത്താൻമാർ അശ്വപതി എന്നും വിജയനഗര ഭരണാധികാരികൾ നരപതി എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. 1498 മുതൽ പോർച്ചുഗീസുകാരും എത്താൻ തുടങ്ങി. അവരുടെ കൈവശം വാണിജ്യ തന്ത്രങ്ങൾ മാത്രമല്ല, ആധുനിക സൈനിക സാങ്കേതിക വിദ്യകളും ഉണ്ടായിരുന്നു. വിജയനഗരത്തിലെ സുഗന്ധദ്രവ്യങ്ങൾ, തുണിത്തരങ്ങൾ, അമൂല്യമായ രത്നങ്ങൾ എന്നിവയിലെല്ലാം എതിരാളികളുടെ മിഴികൾ പതിഞ്ഞു. 1485 വരെ വിജയനഗരം ഭരിച്ചിരുന്നത് സംഗമ എന്ന രാജവംശമായിരുന്നു. പിന്നീടാണ് സാലുവ ഭരണാധികാരികൾ 1503 വരെ ഭരണസാരഥ്യം വഹിച്ചത്. അതിനുശേഷം വന്ന തുളുവ രാജവംശത്തിലെ പ്രസിദ്ധനും പ്രഗത്ഭനുമായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരുടെ കാലത്താണ് മനോജ്ഞമായ പല നിർമ്മിതികളും നടന്നിട്ടുള്ളത്. 1529 കൃഷ്ണദേവരായർ മരണപ്പെട്ടു. സൈനിക പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. 1542 ആയപ്പോഴേക്കും ഹംപിയുടെ നിയന്ത്രണം അരവിഡു രാജവംശത്തിന് കീഴിലായി. 1566 ഡെക്കാനിലെ സുൽത്താനേറ്റുമായി ചരിത്രപ്രസിദ്ധമായ തളിക്കോട്ട യുദ്ധം നടക്കുന്നതുവരെ എല്ലാം കൊണ്ടും സമ്പന്നമായിരുന്നു ഹംപി. ആ യുദ്ധത്തിൽ വിജയനഗരം പരിപൂർണമായി ആക്രമിക്കപ്പെട്ടു. അങ്ങനെയാണ് ഹംപി ഉൾപ്പെടുന്ന വിജയനഗര സാമ്രാജ്യം മറവിയിലേക്ക് മഞ്ഞുപോയത്. വിജയനഗരത്തെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചുമുള്ള ഒട്ടനവധി വിവരങ്ങൾ ലഭ്യമായത് ഇവിടെയുള്ള കരിങ്കൽ ശില്പങ്ങളിൽ നിന്നും ശാസനങ്ങളിൽ നിന്നുമാണ്. തുംഗഭദ്ര നദിയും അമ്പരപ്പിക്കുന്ന ശൈലങ്ങളുമാണ് ഹംപിയുടെ പ്രകൃതിക്ക് ഇത്രയേറെ മനോഹാരിത പകർന്നത്. നിരവധി അരുവികൾ, കനാലുകൾ, ജലസംഭരണികൾ, ഉദ്യാനങ്ങൾ, വൃക്ഷനിരകൾ, അങ്ങനെ എല്ലാം കൊണ്ടും ഈ പ്രദേശം ധന്യമായിരുന്നു. ചോളം വിളയുന്ന വയലുകൾക്കപ്പുറം ഹംപി ഒരു അഭിമാനവും അതിലേറെ നൊമ്പരവുമായി നിലകൊള്ളുന്നു. നിരവധി സഞ്ചാരികൾ അക്കാലങ്ങളിൽ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അവരുടെ യാത്രാവിവരണങ്ങളിൽ നിന്ന് ഹംപിയെക്കുറിച്ചുള്ള ധാരാളം അറിവുകൾ ബാഹ്യലോകത്തിന് ലഭ്യമായി. 1902 ജോൺ മാർഷലിന്റെ നേതൃത്വത്തിലാണ് ഹംപിയുടെ പൗരാണികത സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 1986 ലോക പൈതൃക പട്ടികയിൽ ഒരിടമായി യുനെസ്കോ വിജയനഗരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ലോട്ടസ് മഹൽ, വിരൂപാക്ഷ ക്ഷേത്രം, വിത്തല ക്ഷേത്രം, ഹേമകുണ്ട, ആഞ്ജനേയാദ്രി, മ്യൂസിയം, ആനക്കൊട്ടിൽ, കൊട്ടാരങ്ങൾ തുടങ്ങി നിരവധി കാഴ്ചകളുണ്ട് ഹംപിയുടേതായി. ഒരു ഹ്രസ്വചരിത്രമാണ് ഇവിടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇവയിൽ ഓരോന്നും സവിശേഷമായി പരാമർശിക്കപ്പെടേണ്ടവ ആകയാൽ ഈ വിവരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പൂർവകാലത്ത് നിലനിന്നിരുന്നതിൻ്റെ ഏകദേശം 10% മാത്രമേ ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. വിജയനഗരത്തിന്റെ പ്രതാപകാലത്ത് ഇതിൻ്റെ വ്യാപ്തിയും പ്രൗഢിയും എത്രയായിരുന്നു എന്നത് വിവരണാതീതമാണ്. വർണ്ണാഭമായ ഒരു ഭൂതകാലത്തെ കാലവും സാഹചര്യവും എത്രയൊക്കെ ശ്രമിച്ചിട്ടും പൂർണ്ണമായും തകർക്കാൻ ആകാതിരുന്ന ഒരു വിശാല ഭൂമികയാണ് ഇന്നത്തെ ഹംപി. ഓരോ ദിനവും ഹംപിയിലേക്ക് അനേകായിരങ്ങളാണ് എത്തുന്നത്.
അതിനാൽ സ്മാരകങ്ങളും വഴികളുമെല്ലാം എപ്പോഴും തിരക്കിലാണ്. ഇടയ്ക്കെപ്പോഴോ കടന്നു പോകുന്നു കർഷകരുടെ കാളവണ്ടികൾ. അപ്പോൾ ഓർമ്മയിലെത്തും ഏതോ വിദൂര ഭൂതകാലത്ത് അധികാരത്തിൻ്റെയും ആഘോഷങ്ങളുടെയും അഭിമാനമായി ഒരുപാട് തേരുകളോടിയ വഴികളാണിവ എന്ന്. ഒരുപാട് കുതിരക്കുളമ്പടിയൊച്ചകൾ ശ്രവിച്ച നാടാണിത്. ഇന്നവയെല്ലാം ഓർമ്മകൾ മാത്രം. ട്രെയിൻ വഴിയും ബസ് മാർഗത്തിലും ബാംഗ്ലൂരിൽ നിന്നും മാംഗ്ലൂരിൽ നിന്നും ഹംപിയിലെത്താം. ഹൊസപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. കിലോമീറ്റർ കണക്കിന് ദൂരങ്ങളിലേക്ക് ചിതറിക്കിടക്കുന്ന ഹംപിയിലെ കാഴ്ചകളിലേക്ക് ചരിത്ര കുതുകികളെ, സഞ്ചാരികളെ, കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളൊന്ന് പോയി വരണം. ഒരിക്കലും നഷ്ടമാകില്ല നിങ്ങൾക്ക് ഈ യാത്രയും അതിൻ്റെ അനുഭൂതികളും. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക്, കമൻറ്റ് എന്നിവയ്ക്കും മടിക്കല്ലേ.